ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വ്ളോഗ്. നമ്മളിപ്പോൾ എവിടെയെന്നറിയോ ഗൈസ്? നമ്മളിപ്പോൾ ഡൽഹിയിലാണ് ഗൈസ്. ഡൽഹി ബാക്കി കുറേ കാര്യങ്ങളുണ്ട് പറയാം. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഭയങ്കര സൗണ്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ഇതാണ് ഗൈസ് ഡൽഹി ഗേറ്റ്. എന്താ ഓ, വെയിലുണ്ട്, എന്നാലും വലിയ ചൂടൊന്നുമില്ല കേട്ടോ. വലിയ ചൂടൊന്നുമില്ല. തണുത്ത കാറ്റടിക്കണം ഫുള്ള്. പിന്നെ ഇവിടെ ബ്ലോക്കാണ് മെയിൻ. അയ്യോ, ഇതൊരു പെട്ടെന്നുള്ള പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു. ഓ ജോഡി, നമ്മൾ ഇതിലെ വഴി ഇന്നലെ വന്നേ, ആ കെട്ട വഴി, ആ ഓട്ടോക്കാരനായിട്ട് പറപ്പിച്ചേ. നമ്മൾ രാവിലെ കാപ്പ് കുടിക്കാൻ പോയ വഴി കൂടെ നമ്മൾ ഇന്നലെ വന്നത്. ആണോ ഗൈസ്? ഒരു ഹനുമാനില്ല ഒരിക്കലും. ഹനുമാൻ എനിക്ക് ഇഷ്ടമായി. ഹനുമാൻ മാത്രമല്ല കേട്ടോ, ശിവനുണ്ട്. ശിവനുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു പിടുത്തമില്ല കേട്ടോ. ഞങ്ങൾ പാക്കേജ് ഒന്നും എടുത്തല്ല വന്നേക്കണേ. ഭയങ്കര സൗണ്ടാ, വോയിസ് കേൾക്കുമെന്ന് പോലും അറിയത്തില്ല. ഞങ്ങൾ പാക്കേജ് ഒന്നും എടുത്തല്ല വന്നേക്കണേ. ഞങ്ങൾ നേരെ ഇങ്ങ് പോന്നു. ചേട്ടാ എങ്ങോട്ടാ പോണേ? ചേട്ടാ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. ചേട്ടൻ താരൊക്കെ വന്ന് മിണ്ടുന്നുണ്ട്. താരാ ചേട്ടാരുടെ വഴി ചോദിച്ചാന്ന് തോന്നുന്നു. അവിടെ മേളിൽ കൂടെ ഒക്കെ മെട്രോ തപ്പി കിടക്കുക. മെട്രോ അണ്ടർഗ്രൗണ്ടാ. അണ്ടർഗ്രൗണ്ട് കേട്ടോ മെട്രോ. നമുക്ക് അണ്ടർഗ്രൗണ്ട് മെട്രോയിൽ പോയി ബാക്കി കഴിച്ച് കാണാം. ഓക്കെ, എല്ലാം വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലേ. അതെ, നമ്മുടെ നാട്ടിലെ പട്ടിയെപ്പോഴത്തും അല്ല ഉമ്മാര് വൻ സീനാട്ടോ. നമ്മുടെ നാട്ടിലെ പട്ടിയാന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് കിഞ്ചരിക്കാൻ പോയായിരുന്നു. അപ്പോൾ നമുക്ക് മെട്രോ ഉള്ളല്ലേ, അണ്ടർഗ്രൗണ്ട് മെട്രോ. അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മേലോട്ട് നോക്കി തരും കേട്ടോ. ഫുൾ അണ്ടർഗ്രൗണ്ട്. ഇത് പണിയാൻ എത്ര വർഷം എടുത്തു കാണും അല്ലേ? എന്തായാലും പോയി നോക്കാം. സരോജിനി മാർക്കറ്റ്, അങ്ങനെ ടിക്കറ്റ് കൗണ്ടറൊക്കെ കണ്ടിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് മെട്രോ ബായോ. ആ ഓക്കെ ഓക്കെ ഗൈസ്, ഇതാന്ന് അണ്ടർഗ്രൗണ്ട് മെട്രോ. ഇവിടെ സംഭവങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ല. നോക്കാം. ട്രെയിനിൽ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഇത് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. കൊള്ളാം അല്ലേ കേട്ടപ്പോൾ. ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുത്തു തരും കേട്ടോ ഗൈസ്. എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോയിൽ വീഡിയോ അലൗഡ് അല്ല. വീഡിയോ എടുക്കല് ഡൽഹിയുടെ സേഫ്റ്റിനെ ബാധിക്കും, അതാണ് പ്രശ്നം. അതുകൊണ്ട് എടുത്തില്ല. വീഡിയോ എടുക്കുന്നതിന് പരിമിതിയൊക്കെ ഉണ്ട്, എടുക്കാൻ പറ്റത്തില്ല. അത് തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട യെല്ലോ ലൈനാണ്. അപ്പോൾ യെല്ലോ ലൈൻ അവർ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന വഴിയുണ്ടോ, ഫുഡ് സ്റ്റെപ്സ്. ഇതാണ് യെല്ലോ ലൈനാണ്. ഇതുവഴി നേരെ പോയാൽ യെല്ലോ ലൈനാണ്. അത് കൊള്ളാം അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെട്രോ അണ്ടർഗ്രൗണ്ട് മെട്രോ കേട്ടോ. ഫുള്ള് കാണിക്കാൻ പറ്റത്തില്ല, ഞാൻ എന്നാലും നിങ്ങളൊക്കെ കാണിക്കാം. മെട്രോ ഒക്കെ ഫുള്ള് നിറഞ്ഞ് ഫുള്ള് ആൾക്കാരെ കഴിച്ച് നമ്മളങ്ങനെ ഫൈനലി സരോജിനി മാർക്കറ്റിൽ എത്തി കഴിച്ച്. ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പണി തുടങ്ങി കേട്ടോ. ഇവിടെ എന്താളാ ഇതാട്ടോ ഇവിടെ എൻട്രി. സരോജിനി മാർക്കറ്റ്. ഇനി കുറച്ച് അമ്മയ്ക്കും കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ട്. ഗൈസ്, ഞങ്ങൾ സരോജിനി മാർക്കറ്റിലെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞത് തിരിച്ച് പോവാം ഗൈസ്. ഇവിടുന്ന് മെട്രോ കയറണം. മെട്രോ കയറിയിട്ട് തിരിച്ച് നമ്മൾ 2-3 മെട്രോ കയറി വന്ന കേട്ടോ. മെട്രോയിലെ കഥയൊക്കെ സീനായിരുന്നു. എന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2-3 മെട്രോ, ഒരു മെട്രോ തെറ്റിപ്പോയി. ഞങ്ങളതൊരു വേറെ സ്ഥലത്ത് ഇറങ്ങി. അവിടുന്ന് പിന്നെ തിരിച്ച് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിപ്പോയി. സോ ഞങ്ങളിനി ഇവിടുന്ന് വന്ന വഴി തന്നെ തിരിച്ച് മെട്രോ കയറി തിരിച്ച് പോകുന്നു. ഇത് ഇലക്ട്രിക്കാണെന്ന് തോന്നുന്നു. ഇലക്ട്രിക് റിക്ഷ മെയിൻ ചോട്ടാ യൂട്യൂബർ. എങ്ങനെ സ്ഥലത്തിന് ഗോൾഡൻ ഹോസ്പിറ്റൽ മാലൂം കിतना रुपये? 100 रुपये. 1 रुपया? 1 रुपया. ഓക്കെ ജൽദി ഗൈസ്. നമുക്ക് ഭയ്യ 100 രൂപയ്ക്ക് ഇറക്കും. ഇതെങ്ങനെ ഇറക്കും? ഗൈസ് പാടാണ്. ഓക്കെ അല്ലേ? ഓക്കെ ഭയ്യ. അതിന് നല്ല വണ്ടി ഇതാ ഗൈസ്. നമ്മളങ്ങനെ ജയ്പൂർ ഗോൾഡൻ സിറ്റിയിലോട്ട് പോവാ. ഹോസ്പിറ്റലിലോട്ട് പോവാ ഗൈസ്. ഇന്നത്തെ ഡ്രൈവർ ചേട്ടൻ ഭയങ്കര പാവാ കേട്ടോ. ഇന്നലത്തെ ചേട്ടനെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ചേട്ടൻ ഭയങ്കര കാം ചേട്ടനാ. 1 രൂപയ്ക്ക് കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഇന്നലത്തെ ചേട്ടന്റെ ഡ്രൈവിങ്ങിന്റെ വീഡിയോ കാണേണ്ടവര്
ഷോർട്സ് ആയിട്ട് വന്നിരിക്കും. ജസ്റ്റ് പോയി ചെക്ക് ചെയ്തേക്ക്, ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തേക്കാം. ഓക്കെ. ഫോൺ അടിക്കാ ചേട്ടാ, കാണത്തില്ല ഞാൻ മൊബൈലോട്ട് ഒരാൾ പോകണു. അതെ, ഇങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ ശരിയാ, മൊബൈലോട്ടാരും പോകുന്നവരെ പേടിച്ച വ്ളോഗ് എടുക്കണം. എൻ്റെ പൊന്നോ. നമ്മളിവിടെ നമ്മുടെ ഒരു കൂട്ടുകാരനെ വെയിറ്റ് ചെയ്തിരിക്കുക. മച്ചാൻ വന്ന് നമ്മളെ പിക്ക് ചെയ്തിട്ട് പോവും. തൊപ്പിയൊക്കെ മേടിച്ചാ സ്റ്റൈൽ ഗൈസ്. ഡോക്ടർ മൂഞ്ചൽ ക്ലിനിക്. അത് അവരോട് ചോദിക്കണം ചേട്ടാ. നമ്മളങ്ങനെ എബ്രഹാം ചേട്ടൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മച്ചാൻ എബ്രഹാം ചേട്ടൻ്റെ വീട്ടിലെത്തി. ഇതാണ് വീടിന് മുമ്പത്തെ വ്യൂ. നമുക്ക് വീടിനൊക്കെ കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വീട്ടിലുള്ളവരൊക്കെ പരിചയപ്പെടാം. എബ്രഹാം ചേട്ടൻ അച്ഛൻ കാണോ. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. എടുത്തോണ്ട് പോകാനാണ് നിന്റെ പ്ലാൻ? കല്ലെടുത്തോണ്ട് നോക്കുന്നോളൂ. പോയിക നെക്സ്റ്റ് പ്ലാൻ എന്നാക്കിയാ? പോണം. M2K മൊബൈൽ മാർക്കറ്റ്. 1 മണിക്കൂർ വേണമല്ലോ. ഇല്ല, രാത്രിയല്ലേ പോകുന്നത്. അത്രയും തിരക്കില്ല. രാത്രി 10-11 വരെ M2K മാർക്കറ്റ്. നമ്മളങ്ങനെ M2K മാർക്കറ്റിലെത്തി. ഞങ്ങൾ M2K ഇവിടെ വന്ന് കേട്ടോ. ഞങ്ങൾ കുറേ നോക്കി കേട്ടോ. M2K മാർക്കറ്റ് ഇവിടെ നിന്ന് കുറേ നോക്കി, പക്ഷേ ഉദ്ദേശിച്ച സാധനം കിട്ടില്ല. നിരാശയിൽ ഇത്ര നേരം നോക്കിയോണ്ട് വ്ളോഗൊന്നും എടുക്കാൻ തോന്നിയില്ല. ഞാൻ കുറേ തപ്പി, പക്ഷെ കിട്ടിയില്ല. വണ്ണവരം സാരില്ല, ഞാൻ വീണ്ടും കണ്ടുപിടിക്കും. എവിടെ നിന്നേലും ഞാൻ ഒപ്പിച്ചിരിക്കും ഗൈസ്. ഒരു വണ്ടിയൊക്കെ വളച്ച് കയറുന്നുണ്ട് ചേട്ടാ. ഇടിക്കല്ലേ ചേട്ടാ. ഇതാണ് ചൈനീസ് വാൻ. ഇവിടെ ഫുൾ ചൈനീസ് ഫുഡൊക്കെ ഉണ്ട് ഗൈസ്. ഐറ്റങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചൈനീസ് ഡിഷ് ഇതെന്നെ സംഭവം? ഹണി ചില്ലി പൊട്ടാറ്റോ. ഹണി ചില്ലി ഹണി ചില്ലി പൊട്ടാറ്റോ. ഹണി ചില്ലി പൊട്ടാറ്റോ. ഓക്കെ, എന്താ സംഭവം? ഹണി ചില്ലി പൊട്ടാറ്റോ. ഞങ്ങളുടെ സാധനം എടുത്തോണ്ട് പോയി ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മളെ അണ്ണൻ ശരിക്കുള്ള ഫുഡ് വന്നു കേട്ടാ. നീ മമ്മ കഴിച്ചോ? കഴിച്ചു, ഒരെണ്ണം കഴിച്ചു. ഒന്ന് കഴിച്ച് നാക്ക് പൊള്ളി പോയിട്ട് രണ്ടാമടുത്ത് കഴിക്കും ഗൈസ്. ചിക്കൻ ചൗമീൻ. ചിക്കൻ ചൗമീൻ എന്നൊക്കെ പറഞ്ഞോ. പനീർ. ഇത് കൊള്ളാം. ഇത് നല്ലതാ. ചിക്കൻ ചൗമീൻ നൈസ് ആട്ടോ. പിന്നെ ഹണി ചില്ലി പൊട്ടാറ്റോ. നാക്ക് പൊള്ളി കേസോണ്ടേ. അവരോട്ട് വരുന്ന കഴിച്ച് നാക്കൊത്തം പൊള്ളു. ഹണി ചില്ലി പൊട്ടാറ്റോ. ഹണി ചില്ലി പൊട്ടാറ്റോ. ഇത് കൊള്ളാം. തേൻ മുളക് ഉരുളക്കിഴങ്ങ് അങ്ങനെ പറഞ്ഞു. മലയാളം തർജ്ജമ പറഞ്ഞോ. തേൻ മുളക് ഉരുളക്കിഴങ്ങ്. തേൻ മുളക് ഉരുളക്കിഴങ്ങ്. ടേസ്റ്റ് ഉണ്ടോ? ഇവരൊക്കെ സ്പൈസ് ആൾക്കാരാണ്. 2 പെപ്സി കൂടെ വാങ്ങി കഴിച്ചു. എരിവ് സഹിക്കണമെങ്കിൽ ഒരു പെപ്സി വേണം. സെറ്റിൽഡ് ആണെങ്കിൽ പെപ്സി വേണം. ചേട്ടായി വേറെ സെറ്റിലാക്കി. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ അടുത്ത ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല ഫുഡായിരുന്നു കേട്ടോ. വെറൈറ്റി ആയിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ ഓട്ടോയെ പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. വെറും ഓട്ടോ ഇല്ല, ഇലക്ട്രിക് ഓട്ടോ. ഇത്രേ ഉള്ളൂ. ക്യാമറ ഒക്കെ കണ്ട പേടിയാ. എഡിറ്റ് ചെയ്യുന്നോണ്ടിരിച്ച എന്റെ കഥ, റീലിന്റെ കഥയുടെ ഒക്കെ എൻഡിങ് ഉണ്ടെന്ന് കേട്ടോ കേട്ടോ. വെളിച്ചോ ചേട്ടാ തൊപ്പി വിളിപ്പിച്ച് വെച്ചു ഗൈസ്. തൊപ്പി ഇല്ല ഗൈസ്, ഇവ മറന്നുപോയി കക്കൂസി വെച്ചിട്ട്. കക്കൂസിലല്ല, ചുമ്മാറാ. അവിടെ ഞാൻ അവിടെ ഒരു തട്ട ചാരി നിൽക്കുവായിരുന്നു. അപ്പൊ ഞാൻ തൊപ്പി എടുത്ത് അവിടെ വെച്ച്. ചേട്ടനാണെങ്കിൽ ആ തൊപ്പി എടുത്ത് പോക്കറ്റ് വെച്ചിട്ട്
വലിയ 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 ഒളിപ്പിക്കാനും വന്നേക്കുന്നത് വ്ളോഗ് സത്യമായിരിക്കണം. ഞാൻ വ്ളോഗ് സത്യ അമ്മയുടെ കയ്യിൽ മറ്റേ ഐസ്ക്രീം പൈസ കൊടുത്ത് മേടിച്ചിട്ടറിയാം, അമ്മയ്ക്ക് പൈസ മേടിച്ചു കൊടുത്തു. ഇതൊക്കെ ചുമ്മാ തള്ളാട്ടോ. വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഔട്ട്രോ എടുത്തെടുത്തെടുത്തെടുത്ത് ഞാനിങ്ങനെ പോകുന്നു, അവരവിടെ നിൽക്കുക, വഴി മാറിപ്പോയി. അപ്പോൾ ബൈ.